അമേരിക്കയിൽ വംശീയതയേറെ കൊടുമ്പിരി കൊണ്ട ഒരു കാലത്താണ് ഒരു പാസ്റ്ററുടെ മകനായിക്കൊണ്ട് മാൽക്കം എക്സ് എന്ന അമേരിക്കയിലെ രാഷ്ട്രീയ മത രംഗത്ത് തിളങ്ങി നിന്ന ഒരു കുട്ടി ഒരു പാസ്റ്ററുടെ മകനായിക്കൊണ്ട് ജനിക്കുന്നത്. കറുത്ത വർഗക്കാരനായതുകൊണ്ട് അവകാശമില്ലാതെ സ്വാതന്ത്ര്യമില്ലാതെ അടിമയായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കറുത്ത വർഗക്കാരുടെ അവകാശ പോരാട്ടത്തിന് ഈ പാസ്റ്റർ മുന്നിൽ നിന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് അഗ്നിക്കിരയാക്കി. ട്രെയിനിൽ നിന്ന് വെളുത്ത വർഗക്കാർ അദ്ദേഹത്തെ തള്ളിയിട്ട് കൊലപ്പെടുത്തി. പിന്നീട് ഈ മകൻ മാൽക്കം എക്സ് എന്ന് പറയുന്ന ഈ മകൻ അനാഥശാലയിൽ പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തോട് അധ്യാപകൻ ചോദിച്ചു, മാൽക്കം എക്സ്, താങ്കൾക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? അദ്ദേഹം ഒരു കറുത്ത വർഗക്കാരനാണ്. കറുത്ത വർഗക്കാരന് ജീവിതത്തിൽ സ്വപ്നം കാണാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഐ വാണ്ട് ടു ബി എ ലോയർ. എനിക്കൊരു വക്കീലാകണം, എനിക്കൊരു നിയമജ്ഞനാകണം. അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അദ്ദേഹത്തോട് പറയുന്നു, മാൽക്കം, നോ റിയലിസ്റ്റിക് ഗോൾ. ഇത് താങ്കൾ ആഗ്രഹിക്കേണ്ട ഒരു ആഗ്രഹമല്ല. ഒരിക്കലും താങ്കൾക്ക് ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം താങ്കൾ ഒരു കറുത്ത വർഗക്കാരനാണ്. അതുകൊണ്ട് താങ്കൾക്ക് ആഗ്രഹിക്കാം ഒരു കാർപ്പന്റർ ആകാം, താങ്കൾക്കൊരു ആശാരിയാകാം, അല്ലെങ്കിൽ ഒരു മനപ്പണിക്കാരനാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാകാം എന്ന് മാൽക്കം എക്സിനോട് ഈ അധ്യാപകൻ പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു, എന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ലഹരിയിൽ അഭയം തേടി, ഞാൻ മയക്കുമരുന്നിൽ അഭയം തേടി. അങ്ങനെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ജയിലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മനുഷ്യത്വത്തെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവിടെ മുസ്ലിങ്ങളായ കുറച്ച് ആളുകളുണ്ട്. ആ മുസ്ലിങ്ങളായ ആളുകളിൽ നിന്ന് അദ്ദേഹം ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് വായിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അദ്ദേഹം തയ്യാറായി. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. ലഹരി അദ്ദേഹം ഒഴിവാക്കി. മയക്കുമരുന്നിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു. അദ്ദേഹം ജയിലിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ജയിലിന് പുറത്തെത്തിക്കഴിഞ്ഞാൽ ഹജ്ജിന് പോകണമെന്നത്. മാൽക്കം എക്സ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഹജ്ജിന് പോയി. ലക്ഷക്കണക്കിന് ആളുകൾ, അവിടെ ചുവപ്പും കറുപ്പും വെളുപ്പുമുള്ള മനുഷ്യരെ ഞാൻ കണ്ടു. ഒരേ വേഷത്തിൽ ഒരേ സ്ഥലത്ത് മുസ്ദലിഫയടക്കമുള്ള സ്ഥലങ്ങളിൽ പായ വിരിച്ചുകൊണ്ട് രാജാവോ പ്രജയോ എന്ന വ്യത്യാസമില്ലാതെ, സൗദി അറേബ്യക്കാരനോ നൈജീരിയക്കാരനോ എന്ന വ്യത്യാസമില്ലാതെ, നിറത്തിന്റെ വകഭേദങ്ങളില്ലാതെ എല്ലാവരും മനുഷ്യരായി ഒന്നിച്ച് കഴിയുന്ന ആ ദിവസങ്ങൾ എന്റെ മനസ്സിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് മനുഷ്യന്റെ ചുവപ്പോ മനുഷ്യന്റെ കറുപ്പോ മനുഷ്യന്റെ വെളുപ്പോ അല്ല മനുഷ്യനെ തീരുമാനിക്കുന്നത്. മനുഷ്യന്റെ തൊലിയല്ല മാനവികതയെ തീരുമാനിക്കുന്നത്. മനുഷ്യ മനസ്സിനകത്തുള്ള മനുഷ്യത്വമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഹേ മനുഷ്യരെ, നിങ്ങളെ ഞാൻ വിവിധ ഗോത്രങ്ങളും വിവിധ വിഭാഗങ്ങളുമാക്കിയിട്ടുള്ളത് അത് നിങ്ങളെ തിരിച്ചറിയാനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ അവൻ അല്ലാഹുവിനോട് കൂടുതൽ അടുക്കുന്നവനാണ് എന്ന സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് മുസ്ലിമായതിന്റെ പേരിൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ